ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൂവി ഷോക്കേസ്. 2013 റിലീസ് ചെയ്ത ഒരു സർവൈവൽ ത്രില്ലറാണ് അവേഴ്സ്. കത്രീന ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവും മൂലം ഒരു ഹോസ്പിറ്റലിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അച്ഛനെയും വെന്റിലേറ്ററിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ നവജാത ശിശുവിനെയും കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ മൂവി. പ്രകൃതി ദുരന്തങ്ങൾ മൂലം വൈദ്യുതി നിലയ്ക്കുകയും തുടർന്ന് ഹോസ്പിറ്റലിനുള്ളിലെ വെന്റിലേറ്ററിന്റെ പ്രവർത്തനത്തെയും അത് ബാധിക്കുന്നു. പിന്നീട് തന്റെ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ ആ അച്ഛൻ പെടുന്ന കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ? ഒടുവിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? വാ നോക്കാം. മൂവിയുടെ ആരംഭത്തിലെ ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഇതാണ് അബിഗൾ. ഇവൾക്ക് ലേബർ പെയിൻ സ്റ്റാർട്ടായിരിക്കുകയാണ്, അതും 5 ആഴ്ചകൾക്ക് മുന്നേ തന്നെ. കൂടെയുള്ളത് അവളുടെ ഭർത്താവ് നോളൻ. ഒട്ടും താമസിപ്പിക്കാതെ തന്നെ അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നു. ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റിനെ പറ്റിയുള്ള ന്യൂസ് ആയിരുന്നു ടിവിയിലെങ്ങും. ടിവിയിൽ മാത്രമായിരുന്നില്ല, അവിടെയും കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റിന് പക്ഷേ ടെൻഷൻ അടിച്ചിരിക്കുന്ന നോളന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ സാധിച്ചില്ല. കുറച്ചധികം സമയങ്ങൾക്ക് ശേഷം ഡോക്ടർ നോളനെ സമീപിക്കുന്നു. നോളന് ഒരു പെൺകുഞ്ഞ് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവന്റെ ഭാര്യയെ രക്ഷിക്കാൻ ആ ഡോക്ടറിന് സാധിച്ചില്ല. തന്റെ ഭാര്യയുടെ മരണം നോളന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അതവനെ ഏറെ സങ്കടപ്പെടുത്തി. നോളന്റെ കുഞ്ഞിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് ജനിച്ച ഉടനെ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ആ കുഞ്ഞിന് സ്വയം ശ്വസിക്കാനുള്ള കപ്പാസിറ്റിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത 48 മണിക്കൂറത്തേക്ക് നിർബന്ധമായും ആ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ സൂക്ഷിക്കണമെന്ന് ഡോക്ടർ സംസാരിക്കുന്നു. പ്രീമച്വർ ബേബി ആയതുകൊണ്ട് ഇതൊക്കെ നോർമലാണ്, പേടിക്കാനൊന്നുമില്ല എന്നെല്ലാം ഡോക്ടർ സംസാരിക്കുന്നു. നോളൻ തന്റെ കുഞ്ഞിനെ കാവലിരിക്കാനും തുടങ്ങി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിനുള്ളിലുള്ളവരെല്ലാം കൂട്ടത്തോടെ വെളിയിലേക്ക് പോകുന്നത് കണ്ട നോളൻ കാര്യം തിരക്കി. കാറ്റിന്റെ തീവ്രത ഇപ്പം ചെറുതായിട്ടൊന്ന് ശമിച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഇവിടെ നിന്നും സേഫ് ആയിട്ടൊരു പ്ലേസിലേക്ക് മാറുകയാണെന്ന് കൂട്ടത്തിൽ ഒരാൾ പറയുന്നു. ഇതിനെപ്പറ്റി നോളൻ ഡോക്ടറിനോട് സംസാരിക്കുമ്പം വെന്റിലേറ്റർ അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം, ഞാൻ എങ്ങും പോകുന്നില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നു. നോളൻ ഫുഡ് കഴിക്കാമെന്നോർത്ത് ക്യാൻറ്റീനിൽ ചെല്ലുകയാണ്. അവിടെ പക്ഷേ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവിടുത്തെ സ്റ്റാഫ് അവന്റെ കയ്യിലുണ്ടായിരുന്ന കൂട്ട് കുറച്ച് ഫുഡ് നോളന് കൊടുക്കുന്നു. തിരിച്ചു വന്ന് തന്റെ കുഞ്ഞിന്റെ അടുത്ത് വിശ്രമിച്ചുകൊണ്ടിരുന്ന നോളൻ എന്തോ സൗണ്ട് കേട്ടിട്ട് വെളിയിൽ പോയി നോക്കുമ്പോഴേക്കും അവിടെയെല്ലാം വെള്ളം കയറുന്നത് കാണുന്നു. ഹോസ്പിറ്റലിന്റെ താഴത്തെ ഫ്ലോർ മുഴുവനായിട്ട് വെള്ളത്തിന്റെ അടിയിലാകുന്നു. ഇത് കണ്ട് പേടിച്ച് നിൽക്കുമ്പോഴാണ് അവിടുത്തെ വൈദ്യുതി മുഴുവനായി ഓഫ് ആകുന്നത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന തന്റെ കുഞ്ഞിനെ ഓർത്ത് നോളൻ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തുകയാണ്. പക്ഷേ വെന്റിലേറ്റർ ഓഫ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ അതിന്റെ ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത് വെറും 3 മിനിറ്റ് മാത്രമായിരുന്നു. നോളൻ ഒട്ടും സമയം കളയാതെ അവിടെയെല്ലാം പരന്നു നടന്ന് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ജനറേറ്റർ കണ്ടുപിടിക്കുകയും അത് ഈ വെന്റിലേറ്ററുമായി കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ചിട്ടും ബാറ്ററിയുടെ ലൈഫ് 3 മിനിറ്റിൽ കൂടുന്നുണ്ടായിരുന്നില്ല. അതായത് ഓരോ 3 മിനിറ്റ് കഴിയുമ്പോഴും ഈ ജനറേറ്റർ ഇങ്ങനെ കൈകൊണ്ട് കറക്കുക മാത്രമേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. സഹായത്തിന് വേണ്ടി നോളൻ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ആ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് അവന്റെ അടുത്തേക്ക് വരുന്നു. അവിടെയുള്ള ഡോക്ടർമാരും ബാക്കിയുള്ളവരും എല്ലാം ആ ഹോസ്പിറ്റൽ വിട്ട് പോയി കഴിഞ്ഞിരുന്നു. നേഴ്സ് കുഞ്ഞിന്റെ കയ്യിലിടാനുള്ള ഡ്രിപ്പ് കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. നോളൻ തന്റെ കയ്യിലുള്ള ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ 3 മിനിറ്റ് കഴിയുമ്പോഴും ജനറേറ്റർ കൈകൊണ്ട് കറക്കി വിടുന്നുണ്ട്. എന്നാൽ ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും ബാറ്ററിയുടെ ലൈഫ് കുറഞ്ഞുകൊണ്ടേയിരുന്നു. 3 മിനിറ്റ് ബാറ്ററി ലൈഫ് എന്നുള്ളത് 2:47, ഇപ്പൊ 2:45 മിനിറ്റ് എന്നായി കുറഞ്ഞിരിക്കുന്നു. നോളൻ തന്റെ ഭാര്യയെ പറ്റിയെല്ലാം കുഞ്ഞിനോട് സംസാരിക്കുകയാണ്, അതായത് ആ കുഞ്ഞിന്റെ അമ്മയെ പറ്റി. അപ്പോഴാണ് ആ വെന്റിലേറ്ററിൽ നിന്നും വലിയ ബീപ്പ് സൗണ്ട് കേൾക്കുന്നത്. കുഞ്ഞിനിട്ടിരിക്കുന്ന ഡ്രിപ്പ് തീരാറായിരിക്കുകയാണ്. ഉടനെ തന്നെ നേഴ്സിനെ വിളിച്ചെങ്കിലും റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അവനുടനെ ഫാർമസിയൊക്കെ ചവിട്ട് തുറന്ന് ഒരു തരത്തിൽ ഡ്രിപ്പ് ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷെ അപ്പോഴേക്കും അവന്റെ കയ്യിലെ വാച്ചിന്റെ അലാറം അടിക്കാൻ തുടങ്ങിയിരുന്നു. ജനറേറ്റർ ചുറ്റിക്കൊടുക്കേണ്ട ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അലാറം ആയിരുന്നു. അവൻ ഉടനെ തന്നെ തിരിച്ച് കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയും ആ ജനറേറ്റർ കറക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഫാർമസിയിൽ പോയി കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഡ്രിപ്പ് എടുത്തുകൊണ്ടുവന്ന് കുഞ്ഞിന് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നു. നോളൻ അന്ന് രാത്രി മുഴുവനും ഒരുപോലെ കണ്ണടയ്ക്കാതെ സമയാസമയങ്ങളിൽ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്റെ കുഞ്ഞിന്റെ അടുത്ത് കാവലിരുന്നു. അങ്ങനെ ഒരു തരത്തില് നേരം വെളുപ്പിച്ചു. എന്നാൽ കറണ്ടില്ല, ഫോൺ വിളിക്കാനും പറ്റത്തില്ല, പുറത്ത് മുഴുവനാണെങ്കിൽ വെള്ളവും. വെന്റിലേറ്ററിലെ ബാറ്ററിയുടെ ലൈഫും അത്യാവശ്യം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. രക്ഷപ്പെടാനുള്ള മാർഗം തപ്പി നടന്നപ്പോഴാണ് പുറത്തൊരു ആംബുലൻസ് കിടക്കുന്നത് നോളന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആംബുലൻസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓക്കി ടോക്കി വഴി നോളൻ സഹായം അഭ്യർത്ഥിക്കുന്നു. അപ്പോഴാണ് വാച്ചിലെ അലാറം അടിച്ചത്, ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അലാറം. ഓക്കി ടോക്കിന്ന് റിപ്ലൈ ഒന്നും കിട്ടിയതുമില്ല. അവൻ ഉടനെ തന്നെ തിരിച്ച് കുഞ്ഞിന്റെ അടുത്തേക്ക് എത്തുന്നു. എന്നാൽ ഈ സമയം ആംബുലൻസിലെ വോക്കി ടോക്കിയിൽ നിന്നും ആരാ സംസാരിക്കുന്നത്, താങ്കൾ പറയുന്ന കേൾക്കുന്നുണ്ട്, എവിടുന്നാണ് എന്നെല്ലാം സംസാരിക്കുന്നു. പക്ഷെ നോളൻ ഇതൊന്നും അറിയാതെ കുഞ്ഞിന്റെ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാറ്ററിയുടെ ലൈഫ് 1:51 എന്നായി കുറഞ്ഞിരിക്കുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വേണം രക്ഷപ്പെടാനുള്ള മാർഗവും കണ്ടുപിടിക്കാൻ. അതായത് ആ റൂം വിട്ട് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കി എവിടെ പോയാലും 1:51 എന്നൊരു സമയത്തിനുള്ളിൽ തന്നെ അവന് തിരിച്ചെത്തേണ്ടിയിരിക്കുന്നു.
ഹോസ്പിറ്റലിലെ റിയൽ ജനറേറ്ററിന്റെ പ്രോബ്ലം എന്താണെന്ന് നോക്കി അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോബ്ലത്തിനൊക്കെ ഒരു സൊല്യൂഷൻ ആകുമല്ലോ എന്നോർത്ത് നോളൻ ജനറേറ്റർ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെയെല്ലാം വെള്ളം കയറി കിടക്കുകയായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞിന്റെ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അലാറം അടിക്കുകയും ചെയ്തു. അവനുടനെ കുഞ്ഞിന്റെ അടുത്തെത്തി ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ചതിനു ശേഷം തിരിച്ചുപോയി വെള്ളത്തെ കിടക്കുന്ന ആ ജനറേറ്റർ ഒരു തരത്തിൽ കരയ്ക്ക് പൊക്കി വെച്ചിട്ട് ഓൺ ആക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവന് ഷോക്ക് കേൾക്കുന്നു. കുഞ്ഞിന്റെ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അലാറവും അടിക്കുന്നു. ഉടനെ തന്നെ തിരിച്ചെത്തി കുഞ്ഞിന്റെ ജനറേറ്റർ വർക്ക് ചെയ്യിക്കുന്നു. അപ്പോഴാണ് അവന്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് അവൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നോളൻ വല്ലാണ്ട് ക്ഷീണിച്ചിരുന്നു. കാരണം രാത്രിയൊന്നും ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ഫുഡും വെള്ളവും ഒന്നും ശരിയാകുന്നില്ല. അതും പോരാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഓട്ടവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹെലികോപ്റ്ററിന്റെ സൗണ്ട് കേൾക്കുന്നത്. രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമായല്ലോ എന്നോർത്ത് നോളൻ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് ഓടുകയാണ്. പക്ഷെ പകുതി സ്റ്റേഴ്സ് കയറിയപ്പോഴേക്കും അവന്റെ കയ്യിലെ അലാറാം അടിക്കാൻ തുടങ്ങിയിരുന്നു. ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അലാറാം. അവൻ ഉടനെ തിരിച്ചെത്തി ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ചതിനു ശേഷം വീണ്ടും മുകളിലേക്ക് ചെല്ലുകയും ഹെലികോപ്റ്ററിന്റെ ശ്രദ്ധ ആകർഷിപ്പിക്കുകയും ചെയ്യുന്നു. ഹെലികോപ്റ്ററിലുള്ളവര് അവനെ കണ്ടിട്ട് അവന്റെ അടുത്തേക്ക് എത്താൻ നോക്കുമ്പോഴേക്കും തൊട്ടപ്പുറത്തുള്ള കുറച്ചുപേര് ഹെലികോപ്റ്ററിന് നേരെ വെടിവെച്ചിട്ട് അവരെ രക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. കുഞ്ഞിന്റെ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അലാറവും അടിക്കുന്നു. അവൻ ഉടനെ തന്നെ തിരിച്ചെത്തി കുഞ്ഞിന്റെ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്ത് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത്. എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നോളൻ ചെന്ന് നോക്കുമ്പോഴേക്കും അവിടെ ഒരു നായ അതിന്റെ റോപ്പിൽ കുടുങ്ങി കിടക്കുന്നത് കാണുന്നു. അവൻ അതിനെ രക്ഷിക്കുകയും അവന്റെ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് കൊടുക്കുകയും ചെയ്യുന്നു. അവൻ ആ നായ്ക്ക് ഷെർലോക്ക് എന്ന് പേരിടുന്നു. നോളന് സംസാരിക്കാൻ ഒരു കൂട്ടുകൂടിയായി. പക്ഷെ ഇപ്പോ ഒരു പ്രോബ്ലം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് കൊച്ചിനിട്ടിരിക്കുന്ന ട്രിപ്സ് തീരാറായിരിക്കുകയാണ്. നോളൻ ആണെങ്കിൽ ആകെപ്പാടെ ക്ഷീണിച്ചു. ജനറേറ്റർ കൈകൊണ്ട് കറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് കാൽ ഉപയോഗിച്ച് ഒരു തരത്തിൽ ജനറേറ്റർ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഗൺ സൗണ്ട് കേൾക്കുന്നത്. എന്താണെന്ന് നോക്കുമ്പോൾ മിലിറ്ററി ഡ്രസ് ഇട്ട ഒരുത്തം വന്ന് നിൽക്കുന്നു. ഫുഡും വെള്ളവും ഡ്രഗ്സും ഒക്കെ മോഷ്ടിക്കാൻ വന്ന കള്ളനായിരുന്നു അത്. നോളന്റെ നേരെ തോക്കൊക്കെ ചൂണ്ടി അവന്റെ കയ്യിലുള്ള ഫുഡെല്ലാം മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഈ കള്ളൻ. ഈ സമയം ഷെർലക്ക് ഈ കള്ളന്റെ കയ്യിലിരിക്കുന്ന ബാഗ് കടിച്ചു വലിക്കുന്നു. ആ ഗ്യാപ്പിൽ നോളൻ കള്ളനെ അറ്റാക്ക് ചെയ്യുന്നു. കള്ളൻ അവരുടെ അടുത്തുനിന്നും പേടിച്ചോടുകയാണ്. ഷെർലോക്ക് പുറകെ പിന്തുടരാനും തുടങ്ങി. നോളൻ ആണെങ്കിൽ അവനെ വെറുതെ വിട്ടേരെ എന്നെല്ലാം പറയുന്നുണ്ട്. കള്ളന്റെ ബാഗിൽ നിന്നും കുഞ്ഞിന് ആവശ്യമുള്ള കുറച്ച് ഡ്രിപ്സ് കിട്ടുകയും ചെയ്തു. കള്ളന്റെ പിന്നാലെയുള്ള ഓട്ടം മതിയാക്കി തിരിച്ചു വരുന്ന വഴിക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ നേഴ്സ് അവിടെ മരിച്ചു കിടക്കുന്നതായിട്ടും കാണുന്നു. ഒരുപക്ഷെ ഈ കള്ളൻ കൊന്നതാവാം. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നോളൻ ആകപ്പാടെ ദേഷ്യമായി. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ഹെൽപ്പായിരുന്നു ആ നേഴ്സ്. പുള്ളിക്കാരിയും ഇപ്പോൾ ഇല്ല. അങ്ങനെ അടുത്ത രാത്രിയും വന്നെത്തി. ആകെപ്പാടെ ടയേർഡാണ്. എങ്ങനെ നേരം വെളുപ്പിക്കുന്ന ഒരു പിടിയില്ല. ഉണർന്നിരിക്കുന്നതിനും ഒരു ഉന്മേഷം കിട്ടുന്നതിനും വേണ്ടി നോളൻ അഡ്രിനാലിൻ ഇൻജെക്ട് ചെയ്യുന്നു. ഈ സമയം മോഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് 2 കള്ളന്മാർ കൂടി അവിടെ കയറുകയാണ്. അത് മനസ്സിലാക്കിയ നോളൻ അവരെ തന്ത്രപൂർവ്വം ഇല്ലാതാക്കുന്നു. അങ്ങനെ ഒരു തരത്തില് നേരം വെളുപ്പിച്ചു. ഈ സമയം കൊണ്ട് നോളൻ ആകെപ്പാടെ ക്ഷീണിച്ചു. അവന് ജനറേറ്റർ കറക്കി കൊടുക്കാൻ പോലുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു തരത്തില് കഷ്ടപ്പെട്ട് ആ ജനറേറ്റർ കറക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും അതിന്റെ ഹാൻഡില് ഒടിഞ്ഞു പോവുകയും ചെയ്തു. അത് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് നോളൻ ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ബാറ്ററി കുറഞ്ഞതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിന്റെ അകത്തു നിന്നും വലിയ സൗണ്ട് കേൾക്കാനും തുടങ്ങി. വേറെ നിവൃത്തിയില്ലാതെ നോളൻ തന്നെ കുഞ്ഞിന് കൃത്രിമ ശ്വാസം നൽകുന്നു. എന്നാൽ അതിനും നോളനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഏതാണ്ട് തോൽവി സമ്മതിച്ച മട്ടായി. അവൻ ഷെർലോക്കിന്റെ മുമ്പിൽ കുഴഞ്ഞു വീഴുന്നു. എന്നാൽ ഈ ഷെർലക്ക് ഒരു റെസ്ക്യൂ ഡോഗ് ആയിരുന്നു. ഈ ഡോഗ് പുറത്തുപോയി 2 പേരെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. റൂമിന് വെളിയിൽ ബോധമില്ലാതെ കിടക്കുന്ന നോളനെ കണ്ട അവർ റൂമിനുള്ളിലെ വെന്റിലേറ്ററിൽ കിടന്ന കുഞ്ഞിനെ കണ്ടില്ല. എന്റെ കുഞ്ഞെന്നൊക്കെ നോളൻ സംസാരിക്കുന്നുണ്ടെങ്കിലും നോളനെ എടുത്തുകൊണ്ട് പോകുന്നവർക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പം എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് അവരവിടെ നിൽക്കുന്നു. എന്താണെന്ന് ശ്രദ്ധിച്ചപ്പോ ഒരു കുഞ്ഞുവാവയുടെ കരച്ചിൽ. നോളന്റെ കുഞ്ഞിന്റെ കരച്ചിലായിരുന്നു അത്. ആ കുഞ്ഞുവാവ സ്വയം ശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് നോളന് സമ്മാനിക്കുന്നു. തോൽവി സമ്മതിച്ചിട്ടും തന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് നോളൻ. ഈ സന്തോഷത്തില് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.